CPIM ജനറൽ സെക്രട്ടറി MA ബേബി ചേരുകയാണ്. ശ്രീ MA ബേബി, ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായിട്ട് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പോസ്റ്റർ അങ്ങേക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് രാഷ്ട്രത്തിൻ്റെ പിതാവിൻ്റെ ചിത്രത്തിനേക്കാൾ ഉയരത്തിലാണ് VD സവർക്കറുടെ ചിത്രം. ഇതിനകത്തെ പ്രശ്നം സവർക്കറുടെ ചിത്രം മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ വന്നതിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. നിങ്ങളുടെ സമീപനത്തെ ഞാൻ വിമർശിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് സവർക്കറുടെ ചിത്രം ഇവിടെ വന്നതിനെ തന്നെയാണ്. അതിന്റെ ഉയരം താഴ്ചയൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. വർഗീയത പ്രചരിപ്പിക്കുകയും മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ തന്നെ പ്രതിയായിരിക്കുകയും ചെയ്ത ചില സാങ്കേതിക കാരണങ്ങളാൽ മാത്രം രക്ഷപ്പെട്ട രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളതിൽ സംശയമില്ലാത്ത സവർക്കർ എങ്ങനെയാണ് ജനങ്ങളുടെ നികുതിപ്പണം തിരിച്ച് പ്രവർത്തിക്കുകയാണല്ലോ, പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. ഇതിപ്പം മന്ത്രാലയത്തിന്റെ ആണോ ഇന്ത്യൻ ഓയിലിന്റെ ആണോ എന്ന് എനിക്ക് വ്യക്തമല്ല. മന്ത്രാലയത്തിന്റെ ആണെങ്കിൽ നേരിട്ട് നികുതി പണമാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിലും പൊതുമേഖലാ സ്ഥാപനമാണ്, ഗവൺമെന്റിന്റെ രാജ്യത്തിന്റെ സ്വത്താണ്. ആ രാജ്യത്തിന്റെ സ്വത്തെടുത്തിട്ട് ഘാതകൻ എന്ന് ഞാൻ വിളിക്കാൻ എനിക്ക് മടിയില്ലാത്ത സവർക്കറുടെ ചിത്രം ഈ നികുതി പണം ഉപയോഗിച്ച്, ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രചരണ സാമഗ്രിയിൽ ആ ചിത്രം കൊടുക്കുന്നത് തന്നെ തെറ്റാണ്. അത് മഹാത്മാഗാന്ധിയുടെ മുകളിൽ എന്തിനു വന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഒരിടത്തും വന്നുകൂടെ ആ ചിത്രം. അപ്പം ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. സർവശക്തിയും ഉപയോഗിച്ച് ഈ ഭീകരകൃത്യത്തെ, ഇതൊരു ഭീകരകൃത്യമാണ്, ഈ ഭീകരകൃത്യത്തെ അപലപിക്കുകയാണ്. നമുക്കറിയാം, സവർക്കറെ സംബന്ധിച്ച് 1924 ഈ ടു നേഷൻ തിയറി അത് രൂപപ്പെടുത്തി എടുക്കുന്ന ഒരാൾ, ഈ രാജ്യത്തെ വിഭജിക്കണം, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു രാജ്യം, മുസ്ലിങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജ്യം എന്ന സിദ്ധാന്തം കൊണ്ടുവന്ന ഒരാൾ, നമ്മുടെ തിരുവിതാംകൂർ പ്രത്യേക രാജ്യമായി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് കത്തെഴുതിയ ആളാണ് ഈ VD സവർക്കർ. അങ്ങനെയുള്ള ഒരാളെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, അതായത് പ്രത്യേകം രാജ്യമായി തിരുവിതാംകൂർ പോകുന്നു, ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നു എന്ന് സർ CPയുടെ ആ ഒരു ആഗ്രഹത്തെ പൂർണ്ണമായും പിന്തുണച്ച് കത്തെഴുതിയ വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ചിത്രത്തിൽ വരുന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഒരു കാരണവശാലും ഈ ചിത്രമേ ഉണ്ടാകാൻ പാടില്ല. അതെ, താങ്കൾ പറഞ്ഞതല്ല അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളാണ്, സാമൂഹ്യവും സാംസ്കാരികവുമായ കുറ്റകൃത്യങ്ങളാണ് ടു നേഷൻ തിയറി. അതെല്ലാം കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. പക്ഷെ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ അദ്ദേഹം ഒരു കുറ്റവാളി. യാദൃച്ഛികമായി കോടതി നടപടികൾ, സാങ്കേതികത, ഇതെല്ലാം കൊണ്ട് പിന്നെ അദ്ദേഹം വെറുതെ വിടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റവിമുക്തനായെന്ന് പറയാൻ പറ്റില്ല. സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. സവർക്കറെ പോയി കണ്ട് സവർക്കറുടെ കാല് തൊട്ട് വന്ദിച്ച് സവർക്കറുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഈ ഘാതകന്മാർ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് എത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം, നമ്മുടെ കൺമുമ്പിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതിനോട് പ്രതികരിക്കേണ്ട വിധത്തിൽ രാജ്യവും ജനങ്ങളും പ്രതികരിക്കണം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അതിന്റെ പങ്ക് നിർവഹിക്കുന്നതായിരിക്കും. ഈ പോക്കിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങളുടെ ജനാധിപത്യ, മതനിരപേക്ഷ നിലപാടുകൾ, ഭരണഘടനാ മൂല്യങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യം ഒത്തൊരുമിച്ച്, ജനത ഒത്തൊരുമിച്ച് പൊരുതേണ്ടിയിരിക്കും. തീർച്ചയായും നന്ദി ശ്രീ MA ബേബി. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.